മക്കൾക്ക് വേണ്ടി കുർബാനയും ഒപ്പീസും ഒക്കെ ചൊല്ലി പ്രാർത്ഥിക്കണം. കാരണം ധാരാളം പേര് ഈ അവസ്ഥയിൽ കിടന്നു ഞെരുങ്ങുന്നുണ്ട്. ശുദ്ധീകരണ അവസ്ഥയിൽ പോകുന്നവർക്ക് അല്ലെങ്കിൽ അവസ്ഥയിലായിരിക്കുന്നവർക്ക് സ്വയമേ അവിടുന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും സാധിക്കില്ല. അവരവിടെ നിന്ന് നരകത്തിലേക്ക് പോകില്ല. ശുദ്ധീകരണ അവസ്ഥയിൽ നിന്ന് അവർക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അവർ സ്വർഗത്തിലേക്കാണ്. അപ്പോൾ ആ സ്വർഗത്തിലേക്ക് അവർക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ അവർക്ക് വേണ്ടി നിരന്തരമായി കുർബാനകളും ഒപ്പീസും ചൊല്ലി പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ കുടുംബ പ്രാർത്ഥനയിൽ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മളത് പ്രാർത്ഥിക്കണം. അപ്പോൾ ശുദ്ധീകരണ അവസ്ഥയിൽ ധാരാളം പേരുണ്ട്. മരിച്ചുപോയവർക്ക് വേണ്ടി തീർച്ചയായും നമ്മൾ എല്ലാ വർഷവും പ്രാർത്ഥിക്കണം. ഒരു വർഷത്തിൽ ഒരിക്കലാണ് നമ്മൾ അവർക്ക് വേണ്ടി കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒപ്പീസ് ചൊല്ലുന്നത്. അത് നമ്മൾ ഒരിക്കലും മുടക്കരുത് ജീവിതത്തിൽ. രണ്ടാമതായി, മരിച്ചുപോയവർക്ക് വേണ്ടി കുർബാന ധർമ്മം കൊടുക്കുമ്പോഴും ഒപ്പീസിൻ്റെ ധർമ്മം കൊടുക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട പ്രാർത്ഥനയുടെ ഒരു വികാരമുണ്ട്. അത് എന്താണെന്ന് നമ്മൾ സഭയുടെ മക്കളായ നമ്മൾ മനസ്സിലാക്കണം. സഭ പഠിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മൾക്കറിയാം, ഒരാൾ മരിച്ചു പോയാൽ അറ്റ് ദ പോയിന്റ് ഓഫ് ദ ബ്രെയിൻ ഡെത്ത്, അല്ലെങ്കിൽ ബ്രെയിൻ മരിക്കുന്ന സമയത്ത് തന്നെ കർത്താവ് നമ്മളെ വിധിക്കും. നമ്മുടെ ഭവനങ്ങളിൽ നിന്നെല്ലാം വേർപെട്ടു പോയവരെ കർത്താവ് വിധിച്ചു കഴിഞ്ഞു. ആ കർത്താവിൻ്റെ വിധി തനത് വിധി എന്ന് സഭ പഠിപ്പിക്കും. മരിച്ചു പോകുന്ന സമയത്ത് തന്നെ കർത്താവ് ആ വ്യക്തിയെ വിധിക്കും. ആ വിധി ഒരുപക്ഷെ രണ്ട് രീതിയിലാകാം എന്ന് സഭ പഠിപ്പിക്കുന്നു. അത് ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ മനുഷ്യൻ ചെയ്ത നന്മകളുടെ ആധിക്യം നിമിത്തം അയാൾ സ്വർഗത്തിലേക്ക് വിരുന്നിനെടുക്കപ്പെടും എന്നുള്ളതാണ് സഭയുടെ പഠനം. ഇനിയും ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും ഒരു നന്മയും ചെയ്യാതെ വലിയ മാരകപാപങ്ങൾക്ക് അടിമപ്പെട്ടു പോയി മരിച്ചു കഴിഞ്ഞാൽ നിത്യ നരകാഗ്നിയിൽ പതിക്കും. ആ അവസ്ഥയിലായിരിക്കുമെന്ന് സഭ പഠിപ്പിക്കും. ഇനിയും ആ മക്കൾക്ക് ഈ ഭൂമിയിൽ വെച്ച് വേണ്ട പരിഹാരം ചെയ്ത് കടന്നു പോകാൻ സാധിച്ചിട്ടില്ല. പാപമുണ്ട്, പക്ഷേ മരിക്കുന്ന സമയത്ത് അതിൻ്റെ പൊറുതികളൊന്നും ചെയ്തു തീർക്കാൻ അല്പം കടങ്ങളൊക്കെ ബാക്കി കിടപ്പുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ അവർ പോകുന്നതാണ് ശുദ്ധീകരണ അവസ്ഥയെന്ന് പറയും. അപ്പോൾ നമ്മൾ മരിച്ചു പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്തുമ്പോൾ പ്രധാനമായും നമ്മുടെ വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങൾ, ഈ രഹസ്യത്തെ മനസ്സിലാക്കി വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. പണ്ട് ഓരോ മരണാനന്തര ചടങ്ങുകൾക്കും ശേഷം മരിച്ചുപോയവർക്ക് വേണ്ടി കുർബാന ചൊല്ലി ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലുള്ള അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സ്വർഗത്തിലുള്ള അവർ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ച് പ്രാർത്ഥിക്കുമെന്ന് അവരോട് മധ്യസ്ഥതയ്ക്കായി യാചിക്കണം. മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള കുർബാനയും ഒപ്പീസും ഒക്കെ ധാരാളം നമ്മൾ എല്ലാ ദിവസവും നടത്താറുള്ളവരാണ്. ഒരിക്കൽ ഒരു ദേവാലയത്തിൽ വികാരിയായിരുന്ന സമയത്ത് തലേ ദിവസം വൈകുന്നേരം മുണ്ടും ചട്ടയും ഒക്കെ ഇട്ട ഒരു അമ്മച്ചി എൻ്റെ പള്ളിമുറിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, നാളെ എൻ്റെ ഭർത്താവിന് വേണ്ടി ഒരു കുർബാനയും ഒരു ഒപ്പീസും ചൊല്ലണമെന്ന്. അപ്പം ഞാൻ ഡയറിയിൽ കുറിച്ചിട്ടു. ഏതായാലും നാളത്തെ ദിവസം മറ്റൊരു കുർബാന ഇല്ലായിരുന്നത് കൊണ്ട് ആ ദിവസം തന്നെ ആ കുർബാന ചെല്ലാം എന്നുള്ള ആവേശത്തിൽ തന്നെ പിറ്റേ ദിവസം സഹോദരന് വേണ്ടി ബലി അർപ്പിച്ചു. അപ്പോൾ അതൊരു ജൂൺ മാസമായിരുന്നു, നല്ല മഴയുടെ സമയം. അപ്പോൾ കുർബാന തീർന്നു കഴിഞ്ഞപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ അമ്മച്ചി, ഞാൻ സങ്കീർത്തിയിലെത്തി തിരുവസ്ത്രങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞ് പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അമ്മച്ചി ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഇന്ന് ഒപ്പീസ് ഈ മഴയത്താണെങ്കിലും ചെല്ലണം. ഞാൻ പറഞ്ഞു, ശരി അമ്മച്ചി, ചെല്ലാം. കപ്പിയാരി ഒരു കുടയൊക്കെ പിടിച്ച് എൻ്റെ കൂടെ വന്നു. അമ്മച്ചി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒപ്പീസ് ചൊല്ലി, കൈക്കൊള്ളണമേ ഹൃദയംഗമമാം എന്നുള്ള ആ ഗീതത്തിൻ്റെ രണ്ടാമത്തെ ഗീതത്തിൻ്റെ സമയത്താണല്ലോ നമ്മൾ ഹന്നാൻ വെള്ളം തെളിക്കുന്നത് നമ്മളുടെ ഖബറിടത്തിൽ. അപ്പോൾ ഞാൻ മഴയായതുകൊണ്ട് വലിയ ആഞ്ഞ് ശക്തമായിട്ട് ഒഴിച്ചില്ല, നല്ല മഴയാണ്. ഞാൻ
3 പ്രാവശ്യം തളിച്ചു. അപ്പോൾ അമ്മച്ചി പെട്ടെന്ന് എൻ്റെ അടുക്കിലോട്ട് വന്നിട്ട്, അച്ഛ ആരുമില്ലല്ലോ, അച്ഛന് ഉറക്കെ ഒന്ന് തളിച്ചേ, എൻ്റെ ഭർത്താവിന് കൂടുതൽ പുണ്യം കിട്ടട്ടെ എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് വീണ്ടും തളിപ്പിച്ചു. അമ്മച്ചി ഞാൻ ശക്തമായിട്ട് എൻ്റെ ഹന്നാൻ വെള്ളത്തിൽ കറാപ്പിൽ നിന്ന് ഹന്നാൻ വെള്ളം ആ കല്ലറയിലേക്ക് ഒഴിച്ചു. അപ്പോൾ ഒപ്പീസ് കഴിഞ്ഞ് പോകാൻ നേരത്ത് എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ, എൻ്റെ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ആർക്കും ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാത്ത മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ നരകത്തിൽ മിക്കവാറും പോയി കാണും, എങ്കിലും പോകുന്ന വഴിക്കെങ്കിലും സ്വർഗത്തിലേക്ക് രക്ഷപ്പെട്ടോട്ടെ എന്നോർത്ത് അച്ഛനോട് പറഞ്ഞതാണ് കൂടുതൽ വെള്ളം തളിക്കാൻ. കാരണം അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് എടുത്തു വയ്ക്കപ്പെടാൻ നാവിൽ അല്പം വെള്ളം തളിക്കുന്നതിനെ കുറിച്ച് ബൈബിളിൽ അമ്മച്ചി കേട്ടിട്ടുണ്ട്. ആ ഓർമ്മ വെച്ച് ഈ വെള്ളം തളിക്കൽ എങ്കിലും കൊണ്ട് ഈ ഭർത്താവ് രക്ഷപ്പെടട്ടെ എന്ന് കണ്ട് ചെയ്തതാണെന്ന് എന്നോട് പറഞ്ഞു. എൻ്റെ ഉള്ളിൽ ഒരു ചിരിയുമൊക്കെ ഉണ്ടായി, എങ്കിലും അമ്മച്ചിയുടെ വിശ്വാസം വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും കുർബാനയും ഒപ്പീസും ഒന്നും ഈ ഭൂമിയിൽ വച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് നടത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ മരിച്ചുപോയവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ്, വലിയ പ്രാർത്ഥനയുടെ കാര്യമാണ് എന്ന് എനിക്ക് ആ അമ്മച്ചിയുടെ ആ വാക്കുകളിൽ നിന്ന് തോന്നിപ്പോവുകയാണ്. വെറും ഒരു വെള്ളം ഒഴിക്കൽ എന്നെ സ്പർശിച്ചത് മറ്റൊരു കാര്യത്തിലേക്ക്. പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയവർക്ക് വേണ്ടി തീർച്ചയായും നമ്മൾ എല്ലാ വർഷവും പ്രാർത്ഥിക്കണം. ഒരു വർഷത്തിൽ ഒരിക്കലാണ് നമ്മൾ അവർക്ക് വേണ്ടി കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒപ്പീസ് ചൊല്ലുന്നത്. അത് നമ്മൾ ഒരിക്കലും മുടക്കരുത് ജീവിതത്തിൽ. രണ്ടാമതായി, മരിച്ചുപോയവർക്ക് വേണ്ടി കുർബാന ധർമ്മം കൊടുക്കുമ്പോഴും ഒപ്പീസിൻ്റെ ധർമ്മം കൊടുക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട പ്രാർത്ഥനയുടെ ഒരു വികാരമുണ്ട്. അത് എന്താണെന്ന് നമ്മൾ സഭയുടെ മക്കളായ നമ്മൾ മനസ്സിലാക്കണം. സഭ പഠിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മൾക്കറിയാം, ഒരാൾ മരിച്ചു പോയാൽ അറ്റ് ദ പോയിന്റ് ഓഫ് ദ ബ്രെയിൻ ഡെത്ത്, അല്ലെങ്കിൽ ബ്രെയിൻ മരിക്കുന്ന സമയത്ത് തന്നെ കർത്താവ് നമ്മളെ വിധിക്കും. നമ്മുടെ ഭവനങ്ങളിൽ നിന്നെല്ലാം വേർപെട്ടു പോയവരെ കർത്താവ് വിധിച്ചു കഴിഞ്ഞു. ആ കർത്താവിൻ്റെ വിധി തനത് വിധി എന്ന് സഭ പഠിപ്പിക്കും. മരിച്ചു പോകുന്ന സമയത്ത് തന്നെ കർത്താവ് ആ വ്യക്തിയെ വിധിക്കും. ആ വിധി ഒരുപക്ഷെ 2 രീതിയിലാകാം എന്ന് സഭ പഠിപ്പിക്കുന്നു. അത് ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ മനുഷ്യൻ ചെയ്ത നന്മകളുടെ ആധിക്യം നിമിത്തം അയാൾ സ്വർഗത്തിലേക്ക് വിരുന്നിനെടുക്കപ്പെടും എന്നുള്ളതാണ് സഭയുടെ പഠനം. ഇനിയും ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും ഒരു നന്മയും ചെയ്യാതെ വലിയ മാരക പാപങ്ങൾക്ക് അടിമപ്പെട്ടു പോയി മരിച്ചു കഴിഞ്ഞാൽ നിത്യ നരകാഗ്നിയിൽ പതിക്കും. ആ അവസ്ഥയിലായിരിക്കുമെന്ന് സഭ പഠിപ്പിക്കും. ഇനിയും ആ മക്കൾക്ക് ഈ ഭൂമിയിൽ വെച്ച് വേണ്ട പരിഹാരം ചെയ്ത് കടന്നു പോകാൻ സാധിച്ചിട്ടില്ല. പാപമുണ്ട്, പക്ഷേ മരിക്കുന്ന സമയത്ത് അതിൻ്റെ പൊറുതികളൊന്നും ചെയ്തു തീർക്കാൻ അല്പം കടങ്ങളൊക്കെ ബാക്കി കിടപ്പുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ അവർ പോകുന്നതാണ് ശുദ്ധീകരണ അവസ്ഥയെന്ന് പറയും. അപ്പോൾ നമ്മൾ മരിച്ചു പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്തുമ്പോൾ പ്രധാനമായും നമ്മുടെ വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങൾ, ഈ രഹസ്യത്തെ മനസ്സിലാക്കി വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് ഓരോ മരണാനന്തര ചടങ്ങുകൾക്കും ശേഷം മരിച്ചുപോയവർക്ക് വേണ്ടി കുർബാന ചൊല്ലി ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലുള്ള അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സ്വർഗത്തിലുള്ള അവർ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ച് പ്രാർത്ഥിക്കുമെന്ന് അവരോട് മധ്യസ്ഥതയ്ക്കായി യാചിക്കണം. ഇതാണ് ആ മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള കുർബാനയിലും ഒപ്പീസിലുമുള്ള ഒന്നാമത്തെ നമ്മുടെ പ്രാർത്ഥനയുടെ വികാരം ഉണരണം. രണ്ടാമതായി, നമ്മൾ നിരന്തരമായി ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി കുർബാനയും ഒപ്പീസും ഒക്കെ ചൊല്ലി പ്രാർത്ഥിക്കണം. കാരണം ധാരാളം പേര് ഈ അവസ്ഥയിൽ കിടന്നു ഞെരുങ്ങുന്നുണ്ട്. ശുദ്ധീകരണ അവസ്ഥയിൽ പോകുന്നവർക്ക്, അല്ലെങ്കിൽ അവസ്ഥയിലായിരിക്കുന്നവർക്ക് സ്വയമേ അവിടുന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും സാധിക്കില്ല. അവരവിടെ നിന്ന് നരകത്തിലേക്ക് പോകില്ല. ശുദ്ധീകരണ അവസ്ഥയിൽ നിന്ന് അവർക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അവർ സ്വർഗത്തിലേക്കാണ്. അപ്പോൾ ആ സ്വർഗത്തിലേക്ക് അവർക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ അവർക്ക് വേണ്ടി നിരന്തരമായി കുർബാനകളും ഒപ്പീസും ചൊല്ലി പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ കുടുംബ പ്രാർത്ഥനയിൽ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മളത് പ്രാർത്ഥിക്കണം. അപ്പോൾ ശുദ്ധീകരണ അവസ്ഥയിൽ ധാരാളം പേരുണ്ട്.
അപ്പോൾ ആര് ശുദ്ധീകരണ അവസ്ഥയിലായിരിക്കുമെന്നുള്ളൊരു ചോദ്യം നമുക്കിവിടെ ഇല്ല. ഒരു വിശ്വാസത്തിന്റെ തലമാണത്. എങ്കിലും നമ്മൾ ഈ ജീവിച്ചിരിക്കുന്നവര് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവരൊക്കെ അവിടുന്ന് സ്വർഗത്തിലേക്ക് കരേറ്റപ്പെടും എന്നുള്ള വിശ്വാസത്താലായിരിക്കണം നമ്മൾ ഈ കുർബാനയുടെ ധർമ്മവും ഈ ഒപ്പീസിന്റെ ധർമ്മവും ഒക്കെ കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയുടെ വിശ്വാസത്തിന്റെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഈ കുർബാനകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തുമ്പോൾ മരിച്ചുപോയവർ തീർച്ചയായും സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് എന്ന് വിശ്വാസത്താലെ നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായി, നരകത്തിൽ പോയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ പിന്നെ അവർക്ക് രക്ഷയില്ല. കാരണം അവർ നിത്യ നരകാഗ്നിയിൽ പതിച്ചവരാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നമുക്കുള്ള ഒരു പാഠം കൂടിയുണ്ട് ഈ പരിശുദ്ധ കുർബാനയും ഈ ഒപ്പീസും ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ. നമ്മളൊന്ന് നിത്യ നരകാഗ്നിയിലേക്ക് പോകാൻ ഇടയാകാതിരിക്കട്ടെ എന്ന് കൂടി ആ പ്രാർത്ഥനയോട് ചേർത്ത് വെക്കാം. അതുകൊണ്ട് നന്മ ചെയ്ത് ജീവിക്കാനുള്ള ഒരു സ്വാധീനം കിട്ടുകയാണ് നമ്മൾ ഈ ഭൂമിയിൽ ഈ കുർബാനകൾ അർപ്പിക്കുമ്പോൾ. നന്മ ചെയ്ത് ജീവിക്കാനുള്ള ഒരു ആർജവത്വം കിട്ടുകയാണ്. കാരണം നമ്മൾ സ്വർഗത്തിൽ തന്നെ പോകൂ എന്ന് ശഠിക്കുകയാണ്. അത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കണം. അതിനുവേണ്ടിയുള്ള പ്രവൃത്തിയും പ്രാർത്ഥനയും ഒന്നു ചേർന്ന് ഓരോ ദിവസവും നയിക്കപ്പെടണം. അതാണ് നമ്മുടെ സഭയുടെ വിശ്വാസ പാരമ്പര്യത്തിലൂടെ ഈ മരിച്ചുപോയവർക്ക് വേണ്ടി ഉള്ള പ്രാർത്ഥനയും പ്രത്യേകിച്ച് കുർബാന അർപ്പണവും ഒപ്പീസുകളും ഒക്കെ നമ്മൾ ചൊല്ലുക. പ്രിയപ്പെട്ട, ഒരു വലിയ അർത്ഥമുണ്ട്. നമ്മൾ ഒരിക്കലെങ്കിലും ഈ വിശ്വാസ തലത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ അർത്ഥത്തിൽ ഇതിനെ മനസ്സിലാക്കി കുർബാനയ്ക്കുള്ള ധർമ്മവും ഈ ഒപ്പീസിനുള്ള ധർമ്മവും ഒക്കെ കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കും. വർഷത്തിൽ ഒരിക്കൽ നമ്മൾ ദേവാലയത്തിൽ ഒന്നു ചേർന്ന് എല്ലാ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ നമ്മുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈ ബലിയും ചേർന്നുള്ള നമ്മുടെ ശുശ്രൂഷകളും നമുക്ക് സമർപ്പിക്കാം. സ്വർഗത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്നുള്ള ഒന്നാമത്തെ പ്രാർത്ഥന നമ്മളുടെ മനസ്സിൽ ഉയരട്ടെ. രണ്ടാമതായി, ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവർക്ക് വേണ്ടിയുള്ള ശക്തമായ പ്രാർത്ഥന ഉയരട്ടെ. അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കാനുള്ള ഏക വഴി നമ്മൾ മാത്രമാണ്, ഏക വ്യക്തി ഞാൻ മാത്രമാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ ശുശ്രൂഷകളെ മഹത്തരമാക്കാം. എല്ലാ പൂർവികരെയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന്, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് വേർപെടുത്തി കളഞ്ഞവരുണ്ട്. നാളുകൾക്കിടയിൽ വെച്ച് തന്നെ നമ്മുടെ ജീവിത പങ്കാളികളെ വേർപെടുത്തിയിട്ടുണ്ട്, നമ്മുടെ മക്കളെ വേർപെടുത്തിയിട്ടുണ്ട്, നമ്മുടെ വല്യപ്പച്ചന്മാരെയും വല്യമ്മച്ചമാരെയും വേർപെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഭൂമിയിൽ വിളിച്ച് അസ്തിത്വം നൽകി വളർത്തി വലുതാക്കി മാതാപിതാക്കൾ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ അനുസ്മരിക്കുകയാണ്, ഓർക്കുകയാണ്.